നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചങ്ങരംകുളം നന്നമുക്കിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ മൂക്കുതല സ്വദേശി ആദിത്യൻ മരിച്ചു. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്ത് മരിച്ചു. കഴിഞ്ഞ ദിവസത്തെ മിന്നൽ ചുഴലിയിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ KSEBക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. 70ഓളം പോസ്റ്റുകൾ കാറ്റിൽ തകർന്നു വീണു. മരങ്ങൾ വീണ കേടുപാടുകൾ പറ്റിയ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യം ശക്തം. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ പെയ്തപ്പോൾ നെഞ്ചുപൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽമഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുന്നു. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുളപൊട്ടി തുടങ്ങിയത്. അണ്ടത്തോട് ദർഗാ ഷരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ചങ്ങരംകുളം നന്നമുക്കിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൂക്കുതല സ്വദേശി ആദിത്യൻ മരിച്ചു. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. വ്യാഴാഴ്ച കാലത്താണ് കോളേജിൽ പോകുന്നതിനിടെ ആദിത്യനും സുഹൃത്ത് നിതിനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടെ മൺതിട്ടയിൽ തട്ടി സ്കൂട്ടർ ടോറസിനടിയിലേക്ക് മറിഞ്ഞാണ് അപകടം. അപകടത്തിൽ കോലളമ്പ് സ്വദേശിയായ നിതിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാലതയുടെ മകനാണ് മരിച്ച ആദിത്യൻ. ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പഴഞ്ഞി MD കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് നിതിനും ആദിത്യനും. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. രീതികൾ മാറിയെങ്കിലും വായനയെ ഇന്നും നെഞ്ചേറ്റുന്നവരുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് നാട്ടിൽ വായനശാലകൾ ഉയർന്നു വന്നത്. കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വായനശാലകൾ നൽകിയ പിന്തുണയും ഇടപെടലും പ്രധാനപ്പെട്ടതാണ്. മണലൂർ നിയോജകമണ്ഡലത്തിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത വായനശാലകൾക്ക് ഫണ്ട് അനുവദിക്കുമെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. വായന നമ്മുടെ സമൂഹത്തെ സമ്പന്നമാക്കുന്ന ഒരു പ്രവർത്തനമാണ്. കേരളത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ നവോത്ഥാന നായകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് കീഴിൽ വന്ന ഭരണ സംവിധാനങ്ങൾ, അതുപോലെ ഒപ്പം നിൽക്കാൻ കഴിയുന്നതാണ് ലൈബ്രറി കൗൺസിൽ. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ സ്വന്തമായി കെട്ടിടമില്ലാത്ത പല വായനശാലകൾക്കും MLA ഫണ്ട് കൊടുക്കാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ലറ്റിക് കോച്ച് PB ജയകുമാർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, വായനശാല ഭാരവാഹികളായ TV സുഗതൻ, KS ദിലീപ്, KM ജിജിൽ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളുടെ അവതരണം, റെഡ്കോ നാട്യകലാവേദി അവതരിപ്പിച്ച വീരനാട്യവും അരങ്ങേറി. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വായനശാലയ്ക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. പെങ്ങാമുക്ക് കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത്. സംസ്കാരം പഴഞ്ഞി 500 വാതക ശ്മശാനത്തിൽ നടന്നു. അവിവാഹിതനാണ്. ഓമന മാതാവും രജുഷ സഹോദരിയുമാണ്. കഴിഞ്ഞ ദിവസം പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മിന്നൽ ചുഴലിയിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ KSEBക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. 70ഓളം പോസ്റ്റുകൾ കാറ്റിൽ തകർന്നു വീണു. മരം വീണ് അടിത്തറ ഇളകിയ ചിറക്കൽ സെന്ററിലെ ട്രാൻസ്ഫോമർ പുനഃസ്ഥാപിച്ചു.
മരങ്ങൾ വീണ് കേടുപാടുകൾ പറ്റിയ വീടുകളുടെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുകയാണ്. KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ 40ഓളം വൈദ്യുത കാലുകൾ പുനഃസ്ഥാപിച്ചു. പഴഞ്ഞിക്ക് പുറമെ കുന്നംകുളം, ഗുരുവായൂർ, പുന്നയൂർക്കുളം, പെരുമ്പിലാവ് മേഖലയിലെ ജീവനക്കാരും ചേർന്നാണ് വൈദ്യുത കാലുകൾ മാറ്റി സ്ഥാപിച്ചത്. പറമ്പുകളിൽ പൊട്ടിവീണ പോസ്റ്റുകൾ ഇനി മാറ്റേണ്ടതുണ്ട്. മേഖലയിലെ വൻതോതിൽ കൃഷിനാശമുണ്ടായി. 50ഓളം ജാതികൾ, 300ഓളം കവുങ്ങുകൾ, തെങ്ങുകൾ, വാഴകൾ എന്നിവ പൊട്ടിവീണിട്ടുണ്ട്. കൃഷിഭവനിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നഷ്ടം കണക്കാക്കും. കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യം ശക്തമാണ്. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. തയ്യൂർ നമ്പിയത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്ക്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ പെയ്തപ്പോൾ നെഞ്ചുപൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽ മഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുകയാണ്. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുള പൊട്ടി തുടങ്ങിയത്. പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് തുടർന്നതിനാൽ നെല്ല് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അടുത്ത ആഴ്ച കൊയ്യാനായി ഒരുക്കിയ പാടശേഖരങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. വെളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, എടപ്പാൾ, നന്നമുക്ക് പഞ്ചായത്തുകളിലാണ് നെല്ലുകൾ പാടശേഖരത്തെ വെള്ളക്കെട്ടിൽ കിടക്കുന്നത്. കൊയ്ത്ത് ആരംഭിച്ച പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കൊയ്ത്ത് യന്ത്രങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. യന്ത്രങ്ങൾ ചെളിയിൽ താഴ്ന്നതിനാൽ പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലും വെള്ളം നിറഞ്ഞതോടെ 100 കണക്കിന് വൈക്കോൽ കെട്ടാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കതിരായിക്കൊണ്ടിരിക്കുന്ന നെല്ലാണ് വീണ് കിടക്കുന്നത്. വൻ നഷ്ടമാണ് നമുക്ക് ഇപ്രാവശ്യം കൃഷി ഇറക്കിയത് പറ്റിയിട്ടുള്ളത്. കൊയ്യാറായ നെല്ലും കൊയ്യാൻ പറ്റണില്ല, വണ്ടി വരുന്നില്ല, താഴുകയാണ്. വന്ന വണ്ടി തന്നെ കൊയ്യണൊക്കെ കഴിഞ്ഞ വർഷം 1800-നും 2000-നും കൊയ്തിരുന്നത്. ഈ വർഷം 3000, 2500 രൂപ വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊയ്യുന്നത്. അതും നഷ്ടത്തിലാണ്. പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ സ്കൂട്ടർ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിലായി. ചമ്മന്നൂർ സ്വദേശി ഉത്തരപ്പറമ്പിൽ ഷിജിൽ, പൂഴിക്കള സ്വദേശി ദൃഷബ് ദത്ത്, കുഴിങ്ങര സ്വദേശി പെരിങ്ങാട് ശ്രീജിത്ത് രാജ് എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് പിടികൂടിയത്. ചമ്മന്നൂർ സ്വദേശി കരുവളപ്പിൽ വീട്ടിൽ ആഷിഖിന്റെ ഫോണാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 7-ന് ചമ്മന്നൂർ വടക്കേക്കുന്ന് റോഡിൽ സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് സംഭവം. സുഹൃത്ത് ഓടിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി ആഷിഖിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ബലമായി തട്ടിപ്പറിക്കുകയായിരുന്നു. റിയൽമി C30 മോഡൽ മൊബൈലാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾക്ക് ലഹരിമരുന്ന് കേസുകളിൽ മുൻപും ഉൾപ്പെട്ടിട്ടവരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടിയിൽ റോഡിൽ കുഴഞ്ഞു വീണ് 69-കാരൻ മരിച്ചു. തിപ്പല്ലൂർ ശിവാർച്ചനം വീട്ടിൽ നന്ദകുമാറാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തിപ്പല്ലൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് നടന്നു വരുന്നതിനിടയിൽ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേലൂർ കുട്ടൻകുളം സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് ആശീർവദിച്ച കുരിശ് ആഘോഷമായി ദിവ്യബലിക്ക് ശേഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പ്രതിഷ്ഠിച്ചു. ഇടവക വികാരി ഫാദർ സോബിൻ പായിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ സേവി പുത്തിരി, കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, വർഗീസ് ചീരമ്പൻ, ജോസഫ് കിടങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. ദളിത് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ 134-ാം ജന്മദിനം ആചരിച്ചു. കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടന്ന യോഗം സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചൊവ്വലൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. പപ്പൻ വെന്മനാട്, KB ദിനേശൻ, KK മോഹൻ എന്നിവർ സംസാരിച്ചു. എല്ലാ അംഗങ്ങൾക്കും വിഷു കൈനീട്ടവും നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും സെബസ്ത്യാനോസിന്റെയും 107-ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 21-ന് ആഘോഷമായ പാട്ട് കുർബാന, ലതീഞ്ഞ നൊവേന, ജൂബിലേറിയൻസിന് ആദരം എന്നിവ നടക്കും. ഫാദർ ജോർജ് മംഗലൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് കുന്നംകുളം ACP CR സന്തോഷ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ഏപ്രിൽ 22-ന് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. രാത്രി 10 മണി മുതൽ അമ്പവള പള്ളിയിൽ എത്തിച്ചേരും. 23-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് വിശുദ്ധ കുർബാന, തിരുനാൾ ഊട്ട്, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിക്കും.
രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അൽജോ കരേരക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനാകും. 5 തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും. വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ PS ജിജോ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മങ്ങാട് പെരുന്നാളിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈസ്റ്ററിൻ്റെ അന്ന് ഞായറാഴ്ച 20-ാം തീയതി പുലർച്ചെയാണ്. ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെയാണ് കൊടികയറ്റം. അത് അപൂർവമായി മാത്രം നടക്കുന്നൊരു സംഭവമാണ് പുലർച്ചെ കൊടികയറ്റം. കൊടികയറ്റത്തിന് എല്ലാ യൂണിറ്റുകളും കൊടികളുമായിട്ട് കൂടെ ഉണ്ടാകും. പള്ളിയിലെ കൊടികയറ്റം കഴിഞ്ഞാൽ യൂണിറ്റുകളുടെ കൊടികയറ്റം ഉണ്ടാകും. തിങ്കളാഴ്ച വിഷുദിനത്തിൽ കൃഷ്ണനെ വർണ്ണിച്ചുകൊണ്ടുള്ള നീയൻ കണ്ണ എന്ന സംഗീത ആൽബം പുറത്തിറങ്ങി. പ്രശസ്ത സിനിമ ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രകാശനം നിർവഹിച്ചു. ഉണ്ണി ചെറുതുരുത്തിയുടെ വരികൾക്ക് അശോകൻ കല്ലുംപുറമാണ് ഈണം നൽകിയത്. ശ്രീനന്ദ വേണുഗോപാലാണ് ആലാപനം നിർവഹിച്ചത്. പ്രകാശന ചടങ്ങിൽ സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗാനരചയിതാവ് ജയൻ പരാകര എന്നിവർ പങ്കെടുത്തു. വലിയ സന്തോഷം. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ട് ഈ വിഷു ദിവസത്തിൽ നമ്മളൊക്കെ കണി കണ്ണുണ്ടായിരുന്ന ഈ വിഷു ദിവസത്തിൽ ഒരു കണ്ണനെ കുറിച്ചുള്ള പുതിയൊരു പാട്ട്, പുതിയൊരു ആൽബം റിലീസ് ചെയ്യുന്നു എന്നുള്ള സന്തോഷമുണ്ട്. കൊഞ്ചി കാണാതെ മാഞ്ഞു നീ പോയതെന്തേ, നീ എൻ കണ്ണ കാൽ ചിലങ്കയിൽ കൊഞ്ചി കാണാതെ മാഞ്ഞു നീ പോയതെന്തേ. കൈകോർക്കാം ലഹരിക്കെതിരെ. ചാവക്കാട് അങ്ങാടിത്താഴം മഹല്ല ജുമാത്ത് പള്ളിക്കമ്മിറ്റി നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്തിന്റെ അധ്യക്ഷതയിൽ മഹല്ല ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PK സതീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മഹല്ല ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. NK ഷംസുദ്ദീൻ, നാസർ കൊളാടി, NK ഹബീബ്, ഷിഹാബ്, സാലി കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അനീഷ് പാലയൂർ സ്വാഗതവും നൌഷാദ് നെടുമ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി സംഘടിപ്പിച്ച കടങ്ങോട് സോക്കർ ലീഗ് 4ാമത് സീസണിൽ പന്നിത്തടം ടീം വെല്ലിക്ക ജേതാക്കളായി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളറക്കാട് ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. CBC ചിറ്റിലങ്ങാടുമായി നടന്ന ഫൈനൽ മത്സരത്തിൽ മുഴുവൻ സമയം ഗോൾ രഹിത സമനിലയും തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടും സമനില പാലിച്ചതോടെ ടോസിലൂടെയാണ് ടീം വെല്ലിക്ക ജേതാക്കളായത്. സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കാൽപന്ത് കളിയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K സുനിൽകുമാർ നിർവഹിച്ചു. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയും ട്രോഫിയും നൽകി. ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പ്രതിപക്ഷ നേതാവ് സൈബുനിസ ഷറഫു, വാർഡ് മെമ്പർ ജോളി തോമസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ ചിറമനങ്ങാട് എന്നിവർ സംസാരിച്ചു. ലീഗിൽ VFA വെള്ളർക്കാട് 3ഉം ഗ്യാങ്ങേഴ്സ് പന്നിത്തടം 4ാം സ്ഥാനത്തിനും അർഹരായി. റാസിഖ്, സുനിൽ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ YMCA ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൊഴിയൂർ ലാലിക ടർഫിൽ നടന്ന മത്സരം കാവിയുടെ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. M വർഗീസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ, സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, ബഷീർ പൂക്കോട്, വിമൻസ് ഫോറം പ്രസിഡന്റ് നീന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന ഫുട്ബോൾ താരങ്ങളായ
ഫ്രാങ്ക് മുട്ടത്ത്, CV ജെയ്സൺ എന്നിവരെ ആദരിച്ചു. 6 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ വയലത്തൂർ ടീമും വനിതാ വിഭാഗത്തിൽ രാഗി ഷാജൻ നയിച്ച ടീമും ജേതാക്കളായി. ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി നാടകം 130ാമത്തെ വേദിയും പിന്നിട്ട് ജൈത്രയാത്രയിൽ. ഏകപാത്ര നാടകശില്പിയായി ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകമാണ് മരണമൊഴി. ഞായറാഴ്ച GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനത്തിലാണ് മരണമൊഴിയുടെ 130ാമത് അവതരണം നടന്നത്. ലഹരിക്കെതിരെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതിനും മറഞ്ഞുപോകാത്തതുമായ സന്ദേശമാണ് നാടകം പകർന്നു നൽകുന്നത്. ഒരു കഥാപാത്രത്തിന്റെ കഥയല്ല, മറിച്ച് സമൂഹത്തിന്റെ ഭാവമാണ് നാടകം വരച്ചുകാട്ടുന്നത്. ഓരോ പ്രദർശനത്തിന്റെയും അവസാനം വരെ നിശബ്ദതയിൽ പ്രേക്ഷകരുടെ ചിന്തയിലേക്ക് നാടകത്തിന്റെ ലക്ഷ്യം തിരികെ എത്തിക്കുന്നു. ജീവന്റെ വില ചോദിക്കുന്ന അവതരണം കാണികളും ഏറ്റെടുത്തു. ആധുനിക കാലത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ നാടകം അരങ്ങിൽ അടയാളപ്പെടുത്തുന്നു. ചെറുപ്രായം മുതൽ സ്കൂൾ നാടകരംഗങ്ങളിലൂടെ നാടകവേദിയുടെ വിശ്വസ്തനായി കലാരംഗത്ത് സജീവമായ ഇദ്ദേഹം 63 വയസ്സിന്റെ നിറവിലും നാടകപ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനിവേശവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മക അവതരണവും കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. വീട്ടിൽ ചുമന്ന് നൊന്തുവെച്ച അമ്മയെ പോലെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് കരുതി താഴത്തും തലയിലും വെക്കാതെ താലോലിച്ച് വളർത്തിയ അമ്മയെ പോലെ ഒന്ന് കാൽ വഴുതി വീണാൽ അയ്യോ എന്റെ കുഞ്ഞെന്ന് ആർത്തലച്ച് ഓടി വന്ന് വാരിയെടുത്ത് തഴുകി തലോടി ഉമ്മ വെച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മയെ പോലെ പുറത്തുപോയി വരാൻ അല്പം താമസിച്ചു പോയാൽ ഉണ്ണാതെ ഉറങ്ങാതെ ആശങ്കയോടെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മയെ പോലെ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത്. 2 വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കി എന്ന നാടകത്തിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു. വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാലിശ്ശേരി സ്കൂളിൽ ക്യാമ്പും നടത്തിവരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ്. കവുക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയായനി ദമ്പതിമാരുടെ മകനായ ഗോപിനാഥിന് സഹധർമ്മിണി ഓമന, മക്കൾ ശില്പ, കാവ്യ എന്നിവർ പിന്തുണ നൽകുന്നു. ധലീഷ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്യാം കൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. മരണമൊഴിയുടെ 131ാമത് അവതരണം ചാലിശ്ശേരി മുക്കോട്ടയിൽ ഞായറാഴ്ച നടക്കും. കുറുമാൽ യുവജന വായനശാല വനിതാ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സദസ്സും വിഷു ആഘോഷവും നടന്നു. ഇരുമ്പപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കലാപ്രകടനങ്ങളും ഫുഡ് ഫെസ്റ്റും ഉണ്ടായിരുന്നു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ തെക്കേക്കര സൈമൺ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് നടന്ന ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സീനിയർ വിഭാഗത്തിൽ ചാവക്കാട് ഗ്രാമവേദി ജേതാക്കളായി. ഫൈനലിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ആനക്കല ലാസിയോ ക്ലബിനെയാണ് തോൽപ്പിച്ചത്. സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ PP തോബിയാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MM വിൽസൺ അധ്യക്ഷത വഹിച്ചു. സാബു ഐനൂർ, ബാബു പള്ളിക്കര, സുനിൽ D ഇമ്മട്ടി, KA ഡാമിയൻ, PU ജേക്കബ്, CS എഡിസൺ, വിനു വിൽസൺ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി CSA അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ മാർവൽ ഫുട്ബോൾ അക്കാദമി താരങ്ങൾക്ക് ആലിക്കര സ്വദേശി ജീവകാരുണ്യ പ്രവർത്തകനായ മുഹമ്മദ് ഷാഫി ജേഴ്സികൾ നൽകി. ആദ്യ ജേഴ്സിയുടെ വിതരണം കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന അക്കാദമി വനിതാ താരം മന്യ മനോജിനെ നൽകി മുഹമ്മദ് ഷാഫി നിർവഹിച്ചു. അക്കാദമിയിലേക്ക് 150ഓളം പേർക്ക് ജേഴ്സികൾ നൽകി. ടൂർണമെന്റിൽ മുഖ്യാതിഥിയായ ഷാഫി ഇരു ടീം അംഗങ്ങളെയും പരിചയപ്പെട്ടു. ഫുട്ബോൾ സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, മാർവൽ ക്ലബ് പ്രസിഡന്റ് MM മുഹമ്മദ് ഉണ്ണി, അക്കാദമി കോച്ചുമാരായ ജ്യോതി ദേവ്, PK സ്റ്റീഫൻ, ക്ലബ് സെക്രട്ടറി ബിജു കടവാരത്ത്, TK മണികണ്ഠൻ, കോർഡിനേറ്റർമാരായ TA രണദീപ്,
ടി.കെ. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പി.ടി. ഉഷയ്ക്കും ഷൈനി വിൽസനുമൊപ്പം ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുറുമ്പക്കുട്ടി ദുരിതങ്ങളുടെ ദയനീയാവസ്ഥയിലാണ്. ചങ്ങരംകുളം ചിയ്യാനൂർ സ്വദേശിയായ കുറുമ്പക്കുട്ടിയാണ് പ്രതിസന്ധികളോട് പടവെട്ടുന്നത്. സ്കൂൾ പ്രീ ഡിഗ്രി കാലയളവിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത കുറുമ്പക്കുട്ടിക്ക് ഏറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു പഠനകാല ജീവിതം. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങളിൽ എല്ലാം കൈവിട്ട അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജനശ്രദ്ധയാകർഷിച്ച കുറുമ്പക്കുട്ടിയുടെ പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സർക്കാർ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു നൽകിയത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു വനിത മത്സരിച്ചത് നീന്തലിന് ഞാനായിരുന്നു. അത് കാരണം കൊണ്ട് നാഷണലിൽ പോവുകയും ചെയ്ത് അവിടുന്ന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ സ്പോർട്സ് കൗൺസിൽ സ്വീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് സംഭവം നടന്നിരുന്നത്. സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുവദിച്ചു തന്നിട്ടുണ്ടാകുന്നതാണ് തൃശ്ശൂർ സ്വിമ്മിംഗ് പൂൾ. തൃശൂർ സ്വദേശിയായ ഇവർ 2 പതിറ്റാണ്ടായി ചങ്ങരംകുളത്ത് ഭർത്താവ് തങ്കപ്പനൊപ്പം വാടക വീട്ടിലാണ് താമസം. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. സൂക്ഷിക്കാൻ ഇടമില്ലാതായതോടെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നാശത്തിന്റെ വക്കിലാണ്. പലതും നിരാശയും മനസ്സിലെ വിഷമങ്ങളും കാരണം ഉപേക്ഷിച്ചു. എനിക്ക് വീടാണ് ആവശ്യം. വാടക കൊടുത്ത് തോറ്റു സാറേ. ഇപ്പം 4000 രൂപ ഇതിന് കൊടുക്കണം. നീന്തൽ മത്സരങ്ങൾക്കും അത്ലറ്റിക്സ് ഇനങ്ങൾക്കുമുള്ള പരിശീലനം നൽകാൻ തയ്യാറാണെന്ന് കുറുമ്പക്കുട്ടി പറയുന്നു. ഇവിടെ 25 വർഷമായി ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട്, ആലങ്കോട് പഞ്ചായത്തിൽ വന്നിട്ട്. 2000 വന്നത് ഞാൻ. ഇപ്പം 2025 ഇവിടെ കുടുംബശ്രീയുടെ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കേരളോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീയുടെ പങ്കെടുത്തിട്ട് കുടുംബശ്രീ വലിയൊരു കപ്പ് ഓവറോൾ കപ്പ് കിട്ടിയിട്ട് കുടുംബശ്രീയുടെ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പോയിരുന്നത് 35 പോയിന്റ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കലാപരിപാടിയിലും എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കനിവുള്ളവർ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വന്നേരി വോളി ലവേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 18-19 തീയതികളിൽ വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ ഫ്ലഡ്ലൈറ്റ് അന്തർജില്ലാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PFA തിരൂർ, GCC ചാലിശ്ശേരി, യുവപ്രതിഭ കോക്കൂർ, ചങ്സ് വടക്കാഞ്ചേരി, ഫിറ്റ്വെൽ പൊന്നാനി, ചലഞ്ചേഴ്സ് അന്നമനട, കേരള ഗോൾഡ് വടക്കേക്കാട്, യൂത്ത്സ് പുന്നൂർക്കുളം എന്നീ 8 ടീമുകൾ പങ്കെടുക്കും. 18-ാം തീയതി വൈകിട്ട് 6:30 സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ CK ഉസ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ഉപദേശക സമിതി ചെയർമാൻ PP ബാബു അധ്യക്ഷനാകും. ആദ്യ റൗണ്ട് മത്സരങ്ങൾ ബെസ്റ്റ് ഓഫ് 3-യും സെമിയും ഫൈനൽ മത്സരവും ബെസ്റ്റ് ഓഫ് 5-ഉം ആയിരിക്കും. 19-ന് രാത്രി നടക്കുന്ന മാസ്റ്റേഴ്സ് പ്രദർശന മത്സരത്തിൽ UFC അന്നമനടയും യൂത്ത്സ് പുന്നൂർക്കുളവും കളത്തിലിറങ്ങും. തുടർന്ന് ഫൈനൽ നടക്കും. വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ സമ്മാനങ്ങൾ നൽകും. ഭാരവാഹികളായ EK അബൂബക്കർ, M സമീർ, PM സൈനുദ്ദീൻ, അബു താഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിഷുദിനത്തിൽ മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി സംഘടിപ്പിച്ച തൃശൂർ കലാസദന്റെ ഗാനോത്സവ് 2025 ആവേശം തീർത്തു. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലാസ്യ നൃത്ത സംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വിഷുവും ചെറിയ പെരുന്നാളും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വന്നതോടെ മന്ദലാംകുന്ന് ബീച്ചിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് ദൃശ്യമായത്. ശക്തമായ ചൂടിനെ പോലും വകവയ്ക്കാതെ വിഷുദിനത്തിൽ ഉച്ചയോടുകൂടി തന്നെ ബീച്ചിൽ സന്ദർശകർ എത്തിത്തുടങ്ങി. 6 മണിയോടുകൂടി വേനൽ മഴ പെയ്തെങ്കിലും തിരക്കിന് കുറവൊന്നുമുണ്ടായില്ല. പട്ടം പറത്തിയും കടൽത്തിരയിൽ വെള്ളം ചവിട്ടിയും കാറ്റാടി മരങ്ങൾക്കിടയിലിരുന്നും സന്ദർശകർ ആനന്ദം കണ്ടെത്തി. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള വിവിധ റൈഡുകളും ഒരുക്കിയിരുന്നു. വൈകിട്ട് 7 മണി മുതലായിരുന്നു ഗാനോത്സവം. 15ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാനോത്സവവും കൈകൊട്ടിക്കളിയും കാഴ്ചക്കാരിൽ ആരവം തീർത്തു. ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും സന്നദ്ധ സംഘടന ക്ലബ്ബ് പ്രവർത്തകരും നേതൃത്വം നൽകി. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എരനല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ P മാധവൻ അധ്യക്ഷനായി. TA കുര്യാക്കോസ് മാസ്റ്റർ, KM ഹംസ, OK ചന്ദ്രൻ, ലില്ലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകർ, വളണ്ടിയർമാർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളുടെ അവതരണവും സ്നേഹവിരുന്നും നടന്നു. അണ്ടത്തോട് ദർഗാ ഷെരീഫ് ചന്ദനക്കുടം ആണ്ടു നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അണ്ടത്തോട് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ടുനേർച്ചയ്ക്കാണ്
ഏപ്രിൽ 16 ബുധനാഴ്ച തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് 5-ന് പെരിയമ്പലം ബീച്ചിൽ നിന്ന് അബാജ ഫെസ്റ്റിൻ്റെയും ക്രസന്റ് ഫെസ്റ്റിൻ്റെയും കാഴ്ചകൾ പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ജാറം അങ്കണത്തിലെത്തി സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് പരേതനായ ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്ന് കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 11 മണിക്ക് പള്ളിയിലെത്തി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തും. വൈകിട്ട് 5 മണി മുതൽ 11ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിക്കും. അകലാട് മൂന്നൈനി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ് നാക്കോല കിഴക്കൻ മേഖലയിൽ നിന്നുമായി 11 കാഴ്ചകളുണ്ടാകും. അകലാട് യൂത്ത് കാർണിവൽ മൂന്നൈനിയുടെ കാഴ്ച ജാറം അങ്കണത്തിലെത്തുന്നതോടെ ആഘോഷത്തിന് സമാപനമാകും. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി 10ഓളം പേരുകേട്ട ഗജവീരന്മാർ നേർച്ചയിൽ അണിനിരക്കും. നേർച്ചയുടെ ഭാഗമായി 2 ദിവസങ്ങളിലും വൈകിട്ട് 7 മുതൽ രാത്രി 10 മണിവരെ ഭാഗികമായി വാഹന നിയന്ത്രണമുണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ്, ഭാരവാഹികളായ പി മുഹമ്മദ് അമീൻ, കെ അലി എന്നിവർ അറിയിച്ചു. ഷെരീഫിൽ വർഷം തോറും നടത്തി വരാറുള്ള ചന്ദനക്കുടം കൊടികുത്തുകാഴ്ച നേർച്ച ഈ വർഷം ഏപ്രിൽ 16, 17 ബുധൻ, വ്യാഴം എന്നീ തീയതികളിൽ നടത്തപ്പെടാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പെരിയമ്പലത്ത് നിന്ന് 11:50 ജാറാങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ്. 17-ാം തീയതി രാവിലെ കൊടികുത്തുകാഴ്ച നേർച്ച 10:45 ജാറമംഗണത്തിൽ എത്തിച്ചേർന്ന് കൊടികയറ്റം നടത്തപ്പെടുന്നതാണ്. 11ഓളം ക്ലബ്ബുകളുടെ കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ചാവക്കാട് നഗരസഭയിൽ നിന്ന് പങ്കെടുത്ത് ലോങ് ജമ്പിൽ 1ാം സ്ഥാനവും ഹൈജമ്പിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ അർഷാദ് എമ്മൻ, ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലുബാബ് ടി.എ, വുമൺ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വരദാസ് കന്ദകുമാർ എന്നിവരെ ചാവക്കാട് നഗരസഭാ കൗൺസിൽ അനുമോദിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ കെ മുബാറക്ക്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി ആകാശ് MS, നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ KU ജാബിർ എന്നിവർ പങ്കെടുത്തു. അരിയന്നൂർ ശ്രീ ഹരികന്യകാ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4ാം വിളക്ക് ദിവസം വിശേഷാൽ പൂജകൾ നടന്നു. 4ാം വിളക്ക് ദിവസമായ വിഷുദിനത്തിൽ രാവിലെ 7:30 ശീവേലിയും 10 മണിക്ക് ഉത്സവബലിയും നടന്നു. വൈകിട്ട് അഷ്ടപതി, നാദസ്വരം, കേളി, കുഴൽപ്പറ്റ്, കളമെഴുത്ത് പാട്ട് എന്നിവ നടന്നു. രാത്രി 9-ന് വിളക്കെഴുന്നള്ളിപ്പിനെ തുടർന്ന് തായമ്പക അരങ്ങേറി. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷു സദ്യയും ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുത്തു. ഏപ്രിൽ 4 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. 1977 സ്ഥാപിതമായ വടക്കേക്കാട് ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിന്റെ ഭാഗമായി ബുധനാഴ്ച വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂനപക്ഷ സമുദായത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറചാരുതയേകി 48 വർഷങ്ങൾക്ക് മുൻപാണ് വടക്കേക്കാട് മേഖലയിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ICA പിറവികൊള്ളുന്നത്. നിലവിൽ മോണ്ടിസോറി ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് എന്നിങ്ങനെ 3000-ലധികം വിദ്യാർത്ഥികളും 150-ലധികം അധ്യാപകരും സേവനരംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിക്കുന്നുണ്ട്. സുവർണ ജൂബിലി നിറവിലെത്തിയ ICAയുടെ ചരിത്രത്തിലാദ്യമായി 3000-ലധികം വരുന്ന സ്ഥാപന സഹകാരികളുടെ സംഗമമാണ് ബുധനാഴ്ച നടക്കുക. ചടങ്ങിൽ സ്ഥാപക ജനറൽ സെക്രട്ടറിയും 2 പതിറ്റാണ്ടിലധികം ഇതേ സ്ഥാനം തുടരുകയും ചെയ്ത MM അബൂബക്കറിനെ ആദരിക്കലും ICA കോളേജിൽ നിർമ്മിക്കുന്ന പ്രയർ ഹാളിന്റെ ശിലാസ്ഥാപനവും ഉണ്ടാകും. രാവിലെ 9 മണിക്ക് NK അക്ബർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, മോട്ടിവേറ്റർമാരായ PMA ഗഫൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, K നൌഷാദ് അലി തുടങ്ങിയവർ വൈകിട്ട് 5 മണിവരെ നടക്കുന്ന വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഷീദ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CA ജാഫർ സാദിഖ്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. 1978 ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ്റെ കീഴിൽ ആദ്യത്തെ സ്കൂള് വട്ടമ്പാടം, വടക്കേക്കാട് പഞ്ചായത്തിലെ വട്ടമ്പാടം എന്ന പ്രദേശത്ത് തുടക്കം കുറിച്ചു. അതിനുശേഷം ഹൈസ്കൂള്, പിന്നീട് ഹയർ സെക്കൻഡറി, മോണ്ടിസോറി, തൊഴിയൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇതാണ് ICAയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനമാണ്. പാവർട്ടി പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ 2ാം ഘട്ട വിതരണം നടന്നു. പ്രസ് ഫോറം ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഡയാലിസിസ് രോഗികൾക്കുള്ള കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായി. ബിജോയ് പെരുമാട്ടിൽ, NJ ലിയോ, ജോഷി വാഴപ്പള്ളി, അഫ്സൽ പാടൂർ, വർഗീസ് പാവർട്ടി എന്നിവർ സംസാരിച്ചു. 100 രോഗികൾക്കാണ് 2ാം ഘട്ടത്തിൽ കൂപ്പൺ വിതരണം നടത്തുന്നത്.
പുന്നൂർക്കുളം മന്ദലാംകുന്ന് പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ പഠനാരംഭവും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും നടത്തി. 2024-2025 അധ്യയന വർഷത്തിലെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മദ്രസയിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥികളെ പഠനാരംഭം നടത്തിയ ചടങ്ങ് വക്കാസ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8 മണിക്ക് പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ നടത്തിയ ചടങ്ങിൽ MM മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് സദർ മുഅല്ലിം ML അഷ്റഫ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി MM ഹനീഫ അവാർഡ് ദാനം നടത്തി. സിദ്ദിഖ് ഉസ്താദ് കുരുന്നുകൾക്ക് അലിഫ് ചൊല്ലിക്കൊടുത്തു. ജലാൽ ഉസ്താദ് സ്വാഗതവും മുഹമ്മദ് മബ്രൂക്ക് അസരി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ലാബ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പാൾ സ്മിത സോബി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ KU ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകരായ സബിത മനോജ്, MH അസ്മാബി, KS ഷാദിയ, AM റംസീന തുടങ്ങിയവർ സംസാരിച്ചു. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ തെക്കേനടയിലെ മഹാരാജ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ക്ലാബ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്ന് കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ 440ഓളം പേരാണ് ബിരുദം നേടിയത്. സ്വദേശത്തും വിദേശത്തും നിരവധി ജോലി സാധ്യത ഉറപ്പു നൽകി പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രായപരിധിയില്ലാതെ വിദേശത്തുള്ളവർക്ക് ഓൺലൈനായി പഠിക്കാനും പരീക്ഷ എഴുതാനും അവസരമുണ്ട്. സ്വദേശത്തുള്ളവർക്ക് ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യവുമുണ്ട്. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർവ്യൂ സ്കിൽ, പാവനിർമ്മാണം എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9061108121 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലശ്ശേരി കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരത്തെ ആദരിച്ചു. 25ലധികം വർഷമായി ദേവിയുടെ പ്രതിരൂപമായിരുന്ന കോമരം ചന്ദ്രനെ വിഷുദിനത്തിൽ വടക്കുമുറി പുരാഘോഷ കമ്മിറ്റിയാണ് വസതിയിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചത്. പുരാഘോഷ കമ്മിറ്റിയുടെ ചികിത്സാ സഹായവും നൽകി. കമ്മിറ്റി പ്രസിഡന്റുമാരായ ബാലൻ, ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറിമാരായ രവി പ്രകാശൻ, അംഗങ്ങളായ ഗോപിനാഥൻ, ഉണ്ണികൃഷ്ണൻ, ബിജു, രതീഷ്, നിതീഷ്, മഹേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,720 രൂപ, സ്വർണം പവന് 69,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മം കുന്നംകുളം നെപ്പൻസ് റോഡിൽ ചുങ്കത്ത് വീട്ടിൽ പരേതനായ ചാക്കോച്ചൻ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കാണിപ്പയ്യൂരിലുള്ള മകൻ കുര്യാക്കുട്ടിയുടെ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ചെറിയാൻ, സൈമൺ, കുര്യാക്കുട്ടി, മിനി എന്നിവർ മക്കളാണ്. അകലാട് കാട്ടിലപ്പള്ളി റിഫായി മഹളറയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ വെട്ടിക്കാട്ട് ബീരാവു മുസ്ലിയാർ മകൻ അമ്മന്നൂർ മുഹമ്മദ് ഹാജി നിര്യാതനായി. 66 വയസ്സായിരുന്നു. കബറടക്കം അകലാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. മൈമുന ഭാര്യയും ജുബൈരിയ, ജാബിർ, ജൗഹർ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പാറമ്പാടം വടക്കൂട്ട് കോലാടി വീട്ടിൽ മോഹൻ വർഗീസ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേരി ഭാര്യയാണ്. മെബിൻ, മെജി, മെഫി എന്നിവർ മക്കളാണ്. തലക്കൂട്ടുകര തണ്ടിലം റോഡിൽ മേലിട്ട് പാലത്തിങ്കൽ ജേക്കബ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ മേരിക്കുട്ടിയാണ് ഭാര്യ. ഗ്ലെൻ, ജെഫ്രി, വിൻലി, സീഗ്ലർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചങ്ങരംകുളം നന്നമുക്കിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ മൂക്കുതല സ്വദേശി ആദിത്യൻ മരിച്ചു. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്ത് മരിച്ചു.
കഴിഞ്ഞ ദിവസത്തെ മിന്നൽ ചുഴലിയിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ KSEBക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. 70ഓളം പോസ്റ്റുകൾ കാറ്റിൽ തകർന്നു വീണു. മരങ്ങൾ വീണ കേടുപാടുകൾ പറ്റിയ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യം ശക്തം. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ പെയ്തപ്പോൾ നെഞ്ചുപൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽമഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുന്നു. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുളപൊട്ടി തുടങ്ങിയത്. അണ്ടത്തോട് ദർഗാ ഷരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.